ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഷോർട്സിൽ പറഞ്ഞതുപോലെ കൗതുകങ്ങളും സവിശേഷതകളും നിറഞ്ഞ വേഴാമ്പലിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ. മലകളിൽ പ്രതിധ്വനിക്കും പോലുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പറക്കും പോലുള്ള ശക്തമായ ചിറകടി ഒച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി വേഴാമ്പൽ എന്ന പേര് ലഭിച്ചത്. മലമുഴക്കി വേഴാമ്പലിനെ സാധാരണയായി ഇന്ത്യയിലെ മഴക്കാടുകളിലും മലായ് പെനിൻസുലയിലും സുമാത്ര, ഇന്തോനേഷ്യയിലുമാണ് കണ്ടുവരുന്നത്. കേരളത്തിൽ നെല്ലിയാമ്പതി, ആതിരപ്പള്ളി, വാഴച്ചാൽ, ചെന്തുരണി കാടുകളിലും മലമുഴക്കി വേഴാമ്പലിനെ കാണാറുണ്ട്. പ്രധാനമായും 3 തരത്തിലുള്ള വേഴാമ്പലുകളാണുള്ളത്: മലമുഴക്കി വേഴാമ്പൽ, കോഴി വേഴാമ്പൽ, പാണ്ടൻ വേഴാമ്പൽ. ഈ പക്ഷികളുടെ ആയുസ് ഏകദേശം 50 വർഷമാണ്. ഏഷ്യയിലുള്ളതിൽ ഏറ്റവും വലിപ്പമേറിയ വേഴാമ്പലാണ് മലമുഴക്കി വേഴാമ്പൽ. പൂർണ്ണ വളർച്ചയെത്തിയ ആൺവേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരവും 5 അടിയോളം ചിറകളവും 2 മുതൽ 4 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. ശരീരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലയിലായി കറുപ്പും മഞ്ഞയും കലർന്ന ഒരു തൊപ്പിയുണ്ട് എന്നതാണ്. കൊക്കുകൾ വളരെ വലിയതും ശക്തിയേറിയതുമാണ്. പെൺ വേഴാമ്പലുകൾ ആൺ വേഴാമ്പലുകളെക്കാളും വലിപ്പം കുറവാണ്. ആൺ വേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺ വേഴാമ്പലുകൾക്ക് നീല കലർന്ന വെളുത്ത കണ്ണുമാണുള്ളത്. പഴങ്ങൾ, പുഴുക്കൾ, പ്രാണികൾ, ചിലതരം ഇലകൾ എന്നിവയാണ് പൊതുവെയുള്ള ഭക്ഷണം. എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ കൂട്ടമായിട്ടാണ് വേഴാമ്പലുകൾ കഴിയുക. ഒരു കൂട്ടത്തിൽ 20-ൽ താഴെ വേഴാമ്പലുകൾ ഉണ്ടാകും. എന്നിരുന്നാലും ജീവിത അവസാനം വരെ ഒരൊറ്റ ഇണ മാത്രം. അതുതന്നെയാണ് വേഴാമ്പലിനെ മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇണ ചേർന്നതിനു ശേഷം തന്റെ ഇണയുമായി കൂടുകൂട്ടുന്നതിന് അനുയോജ്യമായ പൊത്തുകളുള്ള മരത്തെ കണ്ടെത്തുന്നു. ചുരുങ്ങിയത് 50 അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിലാണ് കൂടുകൾ. പെൺ വേഴാമ്പലുകൾ മരങ്ങളുടെ പൊത്തുകളിലുള്ള കൂടുകളിൽ മുട്ടയിടുന്നു. പെൺപക്ഷി തന്റെ തൂവലുകൾ കൊഴിച്ച് കുഞ്ഞുങ്ങൾക്ക് പതുപതുത്ത കൂടൊരുക്കും. 1-2 മുട്ടയിടും, കൂടിയാൽ 3 എണ്ണം. വെള്ള മുട്ടകളാണ് ഇടുന്നത്. കുറച്ചു സമയത്തിനു ശേഷം മുട്ടകളുടെ നിറം മാറും. മുട്ടകൾ വിരിയുന്നത് വരെ പെൺപക്ഷികൾ പൊത്തിനുള്ളിൽ തന്നെ കഴിയും. പെൺപക്ഷി കൂടിനുള്ളിൽ കടന്ന ശേഷം ആൺപക്ഷികൾ മരത്തിന്റെ തൊലിയും ചെളിയും ദ്രവവും കൊണ്ട് കൊക്കുകൾ മാത്രം പുറത്തു കാണത്തക്ക വിധം ബാക്കി ഭാഗങ്ങൾ അടയ്ക്കുന്നു. കൂടിനുള്ളിലെ പെൺവേഴാമ്പലിന് തീറ്റ തേടി കൊടുക്കുന്ന ജോലിയാണ് ആൺവേഴാമ്പലിനുള്ളത്. കാടായ കാടൊക്കെ ഇര തേടി ആവശ്യമായ ഭക്ഷണം ചെറിയ ദ്വാരത്തിലൂടെ നൽകുകയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് അകലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യുന്നു. ഇത് മറ്റുള്ള ജീവികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. പരിസരത്ത് അപരിചിതർ ഉണ്ടെന്ന് കണ്ടാൽ ആൺപക്ഷി മണിക്കൂറുകൾക്ക് ശേഷമേ തിരിച്ചെത്തൂ. അതീവ ജാഗ്രതയാണ് വേഴാമ്പലിനപ്പോൾ. 38 മുതൽ 40 ദിവസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നതിന് ശേഷം പെൺപക്ഷി പ്രത്യേകം ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ആൺപക്ഷി വന്ന് കൂട് കൊത്തി പൊട്ടിക്കുകയും അവർ പുറത്തു വരികയും ചെയ്യുന്നു. എന്നാൽ ഒരുപക്ഷെ ഇരതേടി പോകുന്ന വഴിക്ക് ആൺപക്ഷി മരണപ്പെട്ടാൽ അമ്മ കിളിയും കുഞ്ഞുങ്ങളും കൂട്ടിൽ കിടന്ന് മരിക്കും. ഒന്നാകെ തകർന്നു പോകുന്ന കുടുംബം. ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് മരിക്കാനും ഭാഗ്യം ചെയ്ത ഇണകൾ. ഇങ്ങനെയുള്ളവരെ അല്ലാതെ മറ്റാരെയാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയാക്കുക? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.